ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. നമ്മളിപ്പോൾ ഒരു റൈഡിലാണ്. ഇതുണ്ടല്ലേ, ഞാനുണ്ട്, ഡാനി, എൻ്റെ ഒരു ഫ്രണ്ട് ഡാനി. ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ ഒരു റൈഡിലാണ്. നിങ്ങൾക്ക് കാണാം, വേണ്ട ഈ വണ്ടിയിലാണ്. അഡ്വഞ്ചർ 390, KTM അഡ്വഞ്ചർ 390 കൊണ്ട് ഞങ്ങളൊരു പോക്ക് പോകാനാണ്. ഈ വഴിയിൽ ഇപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഇങ്ങനെ ഒരു ചായക്കടയിൽ നിർത്തി 2 ചായ അടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ ഈ വഴി നേരെ അങ്ങ് വിടുകയാണ്. ഇന്നൊരു ഓഫ് ബീറ്റ് സ്ഥലമാണ്. ലാവയൊക്കെ കഴിഞ്ഞ് അങ്ങ് മേളിൽ പോയി കഴിയുമ്പോൾ ഒരു ഇച്ചേഗാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ഒരു ഓഫ് ബീറ്റ് സ്ഥലത്താണ് ഇന്ന് നമ്മൾ തങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അവർ ചെറിയ ട്രെക്കും ഒക്കെ ഉണ്ടെന്നാണ് കേട്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ. പിന്നെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ വഴിയേ കാണാം, ഇല്ലേ? ഓക്കെ, ഓൾ സെറ്റ് അല്ലേ? ഗൈസ്, ജസ്റ്റ് ലൈക്ക് എ വാവ്. ഓ, തണുപ്പൊക്കെ നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തണുപ്പടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ റൈഡിങ് ജാക്കറ്റ് മെഷ് ജാക്കറ്റ് ആയതുകൊണ്ട് ആണ്. ജാക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും കറക്റ്റ് തണുത്ത കാറ്റ് നല്ല കയറുന്നുണ്ട്, നെഞ്ചയിലോട്ട് അടിക്കുന്നുണ്ട്. അകത്ത് എന്തെങ്കിലും ഒരു ലെയർ സെപ്പറേറ്റ് ഇടേണ്ടി വരും ഇതുപോലുള്ള മൗണ്ടൻ ഏരിയാസ് വരുമ്പോഴത്തേക്കും. മെഷ് ജാക്കറ്റ് ആണെങ്കിൽ സിലിഗുറി ഏരിയയൊക്കെ നല്ല ചൂട് പിടിച്ചിരിക്കുകയാണ്. കൽക്കട്ടയൊക്കെ പിന്നെ പറയേ വേണ്ട, തീ കത്താണ്. അതേസമയം ഇവിടെ എന്ത് നല്ല വേണ്ടേ, അധികം ക്രൗഡിങ്ങും ഇല്ല. പിന്നെ ഡാർജിലിംഗ് കാര്യങ്ങൾ ഒത്തിരി പേരൊക്കെ ഇവിടെ വരുമ്പോൾ, നമ്മുടെ നോർത്ത് ബംഗാളിൽ വരുമ്പം ഡാർജിലിങ്ങിലൊക്കെ വന്ന് കറങ്ങിയിട്ടാണ് പോകുന്നത്. ഡാർജിലിംഗ് എന്ന് പറഞ്ഞാൽ ഫുള്ള് റഷാണ്. ഫുൾ ഇന്ത്യ ഇപ്പോൾ അവിടെ കാണും. കാല് കുത്താൻ പോലും ഇടയില്ല. അങ്ങനെ പോയിട്ട് നമുക്കൊരു രസമില്ല, ഒരു സുഖമില്ല. നമുക്ക് മൗണ്ടൻ ഫീൽ കിട്ടണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഒരു സെക്ലൂഡഡ് ഫീൽ ആയിരിക്കണം. അധികം ആളൊന്നും ഇല്ലാതെ നല്ല സീനറി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഇതായിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഓഫ് ബീറ്റ് സ്ഥലങ്ങളാണ് അതുകൊണ്ട് ഇഷ്ടം. നോർത്ത് ബംഗാളിൽ ഇഷ്ടം പോലെ ഓഫ് ബീറ്റ് സ്ഥലങ്ങളുണ്ട്. ആർക്കും അറിയാൻ മേലാത്ത രീതിയിലുള്ള അധികം ടൂറിസ്റ്റ് ഒന്നും വരാത്ത ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. വണ്ടിയൊക്കെ നല്ല വീശിയാണ് വരുന്നത്, ഒന്നും നോക്കാതെ വരുന്നത്. അവരുടെ സ്ഥിരം വഴിയല്ലേ, അവന്മാർ വീശി അടിച്ചാൽ വരുന്നത്. മറ്റു വണ്ടി കൊണ്ട് വേണമെങ്കിൽ നോക്കി പൊക്കോണം എന്നുള്ള രീതിയിലാണ്. ഒരു മൈൻഡും ഇല്ല, നമ്മൾ സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. ഇവിടെയൊക്കെ ഈ ഹോം സ്റ്റേയിലൊക്കെ താമസിച്ചാലും നല്ല വ്യൂ കിട്ടും അല്ലേ? അങ്ങോട്ട് കണ്ടില്ലേ, സൂപ്പർ വ്യൂ ആണ്. മര്യാദയുള്ള ലോറിക്കാരൻ അല്ലേ, സൈഡ് വന്നു. ഈ ടാക്സിക്കാരന്മാരല്ലേ സൈഡ് തരാത്ത, ഒരു രക്ഷയില്ല. ഒരു 300 മീറ്റർ ഉണ്ടല്ലേ? 800? ഓക്കെ 800 മീറ്റർ എന്ന് കാണിക്കുന്നുണ്ട്, നമ്മൾ ഗൂഗിൾ കാണിക്കുന്നുണ്ട്. 800 മീറ്റർ കഴിഞ്ഞിട്ടൊരു നമ്മൾ മുകളിലോട്ട് കയറി പോകണം, ഒരു ഓഫ് റോഡ് ബാച്ച്. മിസ്സായോ? ടേണി മിസ്സായോ? എവിടെ നിന്നായിരുന്നു അത്? ബാക്കിൽ നിന്നായിരുന്നോ? ഇവിടെ നിന്ന് ചോദിച്ചാൽ കടയിൽ നമുക്കൊന്ന് കൺഫേം ചെയ്യാം. ആരെങ്കിലും ഉണ്ടോ? ഇച്ച ഗാവ് എന്ന് പറയാം, ഇച്ച ഗാവ് അല്ലെ ഇച്ച ഫോറസ്റ്റ്. നമ്മുടെ സ്ഥലം ഒന്ന് ചെറുതായിട്ട് നമ്മുടെ ടേണിങ് ഒന്ന് വിട്ടുപോയി. അത് മെയിൻ റോഡ് നമുക്ക് കാണാൻ പറ്റത്തില്ല. ആ സൈഡിൽ കൂടെ അകത്തോട്ടുള്ളൊരു വഴിയുണ്ട്. നമുക്ക് തിരിച്ചൊരു ശകലം പോകണം. ഇതാണ് എൻ്റെ അമ്പോ അണ്ണാ, ഫുൾ ഓഫ് റോഡാ ഇവിടെ. സ്ലിപ്പ് ഓക്കെ ആണോ? പേടിയില്ലല്ലോ? ഞങ്ങൾ 2 പേരുണ്ട്, ഫുള്ള് ലോഡാണ്, സാധനമുണ്ട്. വേണ്ട മുന്നിൽ കാണാമല്ലോ. ഈ ഓഫ് റോഡ് കയറി പോകണം. മെയിൻ റോഡ് നല്ല, ഇതുവരെ നല്ല സൂപ്പർ വഴിയായിരുന്നു. ഈ ഓഫ് റോഡ് കയറി പോകണം. ഏതായാലും പോയി നോക്കാം, പോയേക്കാം. ഓക്കെ, ദൈവമേ കാത്തുകൊള്ളണേ. ഓക്കെ തുള്ളി നമ്മൾ പോകുന്നു. ഫുൾ ഓഫ് റോഡ്. ഫസ്റ്റേ തന്നെ കയറണം. ദൈവമേ, ടേണിങ് വരുമ്പോഴാണ് പ്രശ്നം. ഫുള്ള് പൂഴി മണ്ണും കൂടെ, അതാ പറയും, മണ്ണാണ് ഈ പ്രശ്നം. ദൈവമേ,
എന്റെ പൊന്നെ, ഇത് ഒന്നൊന്നര ഓഫ് റോഡാണ്. Come on man, don't give up on me man, come on man. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫുള്ള് മണ്ണാണ്, മണ്ണും കല്ലും എല്ലാം ലൂസ് കല്ലും കൂടെ ചേർന്നുള്ളത്. അപ്പോൾ സ്ലിപ്പ് അടിക്കുമെന്നുള്ളൊരു പേടിയാണ്. ബാക്കിയെല്ലാം ഓക്കെ, എല്ലാം മഴയില്ലാത്തതുകൊണ്ട് ചള്ളയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഓ ലൂസ് കല്ലാണ്, ലൂസ് കല്ലാണ്, ലൂസ് കല്ല്. പോട്ടെ 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 പോട്ടെ. അഡ്വഞ്ചർ മാൻ, ഫുൾ അഡ്വഞ്ചർ. പോട്ടെ 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 പോട്ടെ. മൊമെന്റം 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 ഈസ് ഇമ്പോർട്ടൻറ്റ്. യെസ്, വി കനോട്ട് ലൂസ് മൊമെന്റം. എക്സൈറ്റ്മെന്റ് ലെവൽ ഈസ് അനദർ ലെവൽ മാൻ, അനദർ ലെവൽ മാൻ. വണ്ടി വന്ന പ്രശ്നം, എങ്ങോട്ട് പോകും? ഓ മുഴുവൻ പാറക്കല്ല് കട്ടിയിട്ടിരിക്കുന്ന. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. അണ്ണാ തിരിച്ചിറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടും. കേറാൻ കുഴപ്പമില്ല, ഈ ലൂസ് സാധനം ബ്രേക്ക് ചവിട്ടി താഴോട്ട് ഇറങ്ങണം. അയ്യോ, അടുത്ത വണ്ടി ശരി, ഇടയുള്ളിടത്ത് നിർത്താം. ഇവിടെ നിർത്താം. അവിടോട്ട് വേറെ വണ്ടി വരുന്നുണ്ടോ? വണ്ടി വരുവാണെങ്കിൽ ആ ടേണിങ് പ്രശ്നമാണ്. Come on. This is an experience, man. 1.5 experience. Okay no? Oof, that was close, man. That was a close call, man. Woo! It's not easy, man. Woo-hoo! It's a damn adventure. Oh, freak. ദൈവമേ, എങ്ങോട്ടാ? ഇങ്ങോട്ടോ അങ്ങോട്ടോ? ഗൈസ്, ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വഴി തെറ്റി കേട്ടോ. ഇവിടെ നോക്കിയിട്ട് ഒരു മനുഷ്യരില്ല ചോദിക്കാൻ, ഒറ്റ മനുഷ്യരില്ല. ഓഫ് ബീറ്റ് സ്ഥലം വേണമെന്ന് പറഞ്ഞ് നമ്മൾ വന്നതല്ലേ, ശരിക്കും ഓഫ് ബീറ്റായി, ഒരു മനുഷ്യർ പോലും ഇല്ല. എൻ്റെ ദൈവമേ, തപ്പിക്കാൻ ഗൂഗിൾ മാപ്പ് പോലും നേടെ ഒരു വഴിയായിട്ട് അംഗീകരിക്കാത്ത സ്ഥലങ്ങളാണ്. ഇനി കണ്ടുപിടിക്കണം. അങ്ങനെ ഗൈസ്, ആ ഇച്ഛഗാവിൻ്റെ ആ ഫൈനൽ പോയിന്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വരാനാണ് കഷ്ടപ്പെട്ടത്. എന്തൊരു ഓഫ് റോഡായിരുന്നു. പലയിടത്തും വീഴാനൊക്കെ തുടങ്ങി, പക്ഷേ നമ്മൾ വീണില്ല, രക്ഷപ്പെട്ടു. ഭാഗ്യത്തിന് നമ്മൾ രണ്ടുപേരും ലോഡും സാധനവും എല്ലാം കൂടെ നമ്മൾ സേഫായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, മുകളിൽ കാണുന്ന ഇത് മുഴുവൻ ഹോം സ്റ്റേസ് ആണ്, പല ടൈപ്പിലുള്ള ഹോം സ്റ്റേ. ഇവിടെ ഒരു ചെറിയ കടയുണ്ട്, അല്ലാതെ വേറെ സംഭവങ്ങളൊന്നുമില്ല. കംപ്ലീറ്റ് ഓഫ് ബീറ്റ് സ്ഥലമാണ്. പിന്നെ താഴോട്ട് ഫുള്ള് വ്യൂ ആണ്, ഇത് കണ്ടില്ലേ. അപ്പോൾ ഏതൊരു നല്ല മുകളിലുള്ളൊരു ഇത് ഹോം സ്റ്റേ താമസിച്ച് കഴിഞ്ഞാൽ ഫുള്ള് നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. ബൈക്ക് അവിടെ ഒരു പാർക്കിംഗ് പോലെ ചെറിയ സംഭവമുണ്ട്, ഒരു വണ്ടിയുടെ സൈഡിലൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ടിങ്ങനെ സ്റ്റെപ്പ് കയറി മലയുടെ മണ്ടയ്ക്ക് ഒരു ഹോം സ്റ്റേ മുറി കിട്ടിയിട്ടുണ്ട്. അവർ പറഞ്ഞ് 800 രൂപ പെർ പേഴ്സൺ. അതിൽ നമ്മുടെ ഫുഡും ഉണ്ട്, സ്റ്റേയും ഉണ്ട്. ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ. ചുമന്നെന്ന് പറഞ്ഞിട്ട് ഇതല്ലല്ലോ ഇവിടെ, रेड ये वाला है कि वो वाला? ये वाला 800 ഉണ്ടോ?
അയ്യോ ബാൽക്കണി മണ്ണാങ്കട്ട ഒന്നുമില്ല. ഇതാ ബാൽക്കണി അല്ലേ? വ്യൂ ഉണ്ട്. ജി 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 ആ ഇല്ല അങ്ങനൊന്നും പറഞ്ഞില്ല. ഉണ്ടോ? അതുണ്ടോ? വെള്ളമൊക്കെ ഉണ്ടോ? ഇതാണ് നമ്മുടെ ചായ വേണം. വ്ളോഗിങ് ടു വ്ളോഗിങ്. ഇച്ഛഗാവിൽ നിന്ന് നമ്മൾ സിലേറി ഗാവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. അങ്ങോട്ട് പോകാനായിട്ട് ഇവിടെ നിന്ന് നമുക്ക് ട്രെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം ഒരു വലിയ ദൂരം ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. ഇവിടുത്തെ ആൾക്കാർക്ക് 10-20 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ നോക്കണ്ട, നമുക്ക് മിക്കവാറും 1 മണിക്കൂർ മേലെ എടുക്കുമായിരിക്കും. കാരണം നമ്മൾ യൂസ് ടു അല്ലല്ലോ മല കയറാനായിട്ട്. സോ ഏകദേശം ഒരു 1 മണിക്കൂർ എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്ര ഒരു ട്രക്കുണ്ട്. ട്രക്ക് ചെയ്ത് ആ ഒരു വില്ലേജിൽ പോകണം. അവിടുന്ന് കഞ്ചൻജംഗയുടെ വ്യൂ ഒക്കെ നല്ലതാണെന്ന് പറയും. ഇപ്പം മിക്കവാറും വ്യൂ കിട്ടുമെന്ന് അറിയത്തില്ല, കാരണം അത്ര ക്ലിയർ അല്ല. ബട്ട് സ്റ്റിൽ അവിടം വരെ ഒന്ന് ട്രക്ക് ചെയ്ത് പോയിട്ട് തിരിച്ച് ഇവിടെ വന്ന് ഇവിടെ താമസിക്കും. ഈ അങ്കിളാണ് നമ്മളെ വഴി കാണിക്കുന്നത്. പുള്ളി ഇവിടുത്തുകാരനാണ്. പുള്ളിക്ക് ഇച്ചിരി കാലിനൊക്കെ ഇച്ചിരി പ്രശ്നമുണ്ടെങ്കിലും പുള്ളി നല്ല സൂപ്പറായിട്ട് നമ്മളെ വഴി കാണിക്കുന്നുണ്ട്. നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ്. നല്ല ആൾക്കാരാണ് കേട്ടോ, ഹെൽപ്ഫുള്ളായിട്ടുള്ള ആൾക്കാരാണ്. ഈ മലയുടെ മണ്ടയ്ക്ക് വളരെ റിമോട്ടായിട്ടുള്ളൊരു സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. കണ്ടില്ലേ, ഇത്ര വീടേ ഉള്ളൂ. ഈ കാണുന്ന ഇത്രയും വീടുകളേ ഉള്ളൂ ഈ വില്ലേജ്. जी जी सीधा जाइए, वो सूखा पेड़ दिख रहा है ना, देखिए उधर से. ओके ओके हाँ 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 वहाँ से रास्ता ऐसे सीधा जाते जाते उधर एक पहाड़ मिलेगा. पहाड़ के सामने में एक बड़ा पत्थर मिलेगा. पत्थर इस तरफ एक रास्ता है, दाएं तरफ दाएं तरफ दाएं तरफ वो नीचे ही हो. थैंक यू सो मच, बहुत धन्यवाद. നമ്മുടെ ട്രക്ക് തുടങ്ങി. അപ്പോൾ അങ്കിൾ നമുക്ക് വഴി പറഞ്ഞു തന്നു. ആ വഴിയെ നമ്മൾ പതുക്കെ ട്രക്ക് ചെയ്യണം. ഇതാണ് ഇച്ഛഗാവ്. താഴെ കാണാൻ ഞങ്ങൾ കയറി രണ്ട് ഇവിടം വരെ ആയി. നല്ല കയറ്റമുള്ള നല്ല ട്രക്കാണ്. ഫുള്ള് കയറ്റമാണ്, സൂക്ഷിച്ച് കയറാം. ഈ പുള്ളിയുടെ ഫിറ്റ് ബോഡി ആയതുകൊണ്ട് നല്ല വലിഞ്ഞ് കയറുന്നുണ്ട്, നല്ല ഈസി ആയിട്ട്. ഞാനിപ്പം വളരെ അൺഫിറ്റാണ് ഗൈസ്, വെരി അൺഫിറ്റ് മാൻ. നമ്മളെ കൊണ്ട് റൈഡിങ്ങേ പറ്റുള്ളൂ. ഈ ട്രെക്കിംഗ് ഒന്നും നമ്മളെ കൊണ്ട് പറ്റിയ കാര്യമല്ല. അയ്യോ ഓ, പക്ഷെ കയറുന്നോടും ഭയങ്കര വ്യൂ ആട്ടോ. ബ്യൂട്ടി കൂടി വരും. ആ മല മുഴുവൻ ക്രിസ്മസ് ട്രീ അതെ. എനിക്കൊന്നും ഐസൊക്കെ വീഴുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും. ചലോ നമ്മുടെ കൂടെ താണ്ടി കുട്ടന്മാരുണ്ട്, പട്ടിക്കുട്ടികൾ നമ്മളെ വഴി കാണിച്ചത്. ഇവന്മാരവിടെ കൂടെ ഉണ്ട് മിടുക്കന്മാർ. ഹേയ് ഗുഡ് ബോയ് ഞങ്ങളെ അങ്ങ് വരെ വഴി കാണിക്കണം കേട്ടോ. ഇവിടുത്തെ ലോക്കൽ ഡോഗ്സാ. സ്ഥിരം ഇതുപോലെ ട്രക്ക് ചെയ്യാമെങ്കിൽ നമ്മൾ നല്ല ഫിറ്റാകും. ഓ എൻ്റെ അമ്പോ, നമ്മളെപ്പോലെ വല്ലപ്പോഴും ട്രക്ക് ചെയ്യുന്നവർക്ക് ശരിയല്ല. ഒരു നിരപ്പുള്ള വഴി, കുറേ കയറി കഴിയുമ്പം നിരപ്പുള്ള വഴി പോകാൻ പറഞ്ഞു. കുറേ നേരം നിരപ്പാന്ന് പറഞ്ഞു. ഇതാ അയ്യോ ഇങ്ങോട്ടാന്നാ പറഞ്ഞത്. വാ ഡോഗി, സിലറിക്ക ഇവിടെ നിന്ന് കാണിച്ചാടാ. നിങ്ങളെങ്ങോട്ട് പോന്നു? അമ്മരങ്ങോട്ട് പോന്നു. ഏതോ ഒരു വഴിയുണ്ടോ?
അയാൾ പറഞ്ഞ കുറേ കഴിയുമ്പം കുറച്ച് നിരപ്പുള്ള വഴി വരും. ബ്രോ കല്ലറ എവിടെ? കല്ലറ വന്ന് നമ്മൾ കല്ലറ എത്തി. ലേറ്റ് റിഞ്ച് ഷെർപ്പ. ഇത് ഇച്ചിക്കാലോട്ട് നമ്മൾ തിരിച്ചു പോവുക. ഉറപ്പാണ്. ആ ചില്ലരികാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകണം. 15 മിനിറ്റിന് അവർ കയറുന്നു. ചുമ്മാ നമ്മളെ അവർ കയറിയിരിക്കും. എണ്ണ കളിപ്പിക്കാനായിട്ട് 15 മിനിറ്റിന് അവർ കയറും. ഇപ്പോൾ ഓൾറെഡി 15 മിനിറ്റ് ആയാലും നമ്മൾ നടന്നിട്ട്. എന്നാൽ ഒത്തിരി കയറിയാൽ നമ്മൾ ചൈന ചെല്ലും കേട്ടോ. കൺട്രി വിട്ട് പോരുതേ. കൺട്രി വിടരുത്. കുറേ കഴിഞ്ഞിട്ട് പിന്നെ ഒരു നിരപ്പുള്ള വഴിയൊക്കെ വരുമെന്ന് പറഞ്ഞു. ഇതുവരെ കണ്ടില്ല. നമ്മൾ കയറിക്കൊണ്ടേ ഇരിക്കുക. ഇതാ ഇവിടെ നിന്നല്ലേ നിരപ്പ് കിട്ടുന്നില്ല. കയറ്റപ്പോടെ കയറ്റം. അയ്യോ ഈ പട്ടിക്കുട്ടികളുടെ നടപ്പ് കണ്ടിട്ട് കറക്റ്റാണെന്ന്. ഓട്ടെ വണ്ടർഫുൾ. ഭയങ്കര ട്രക്കായിട്ടുള്ള കുത്തനെയുള്ള കയറ്റമാണ്. പ്രായമുള്ളവരും കുട്ടികളുമൊക്കെ വളരെ സൂക്ഷിക്കുക. ഇതുപോലൊക്കെ ട്രക്കിലൊന്നും എടുത്തി ആടരുത്. പിന്നെ പണി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. നിരപ്പായോ? ഓ വണ്ടർഫുൾ. ഒടുവിൽ കയറ്റം കയറി നിരപ്പുണ്ട്. ആ അങ്കിള് പറഞ്ഞാണ്ട് ഇതാന്ന് പറഞ്ഞതാ. ഇതാന്ന് പറഞ്ഞത് വരാനായിട്ട് ഇടപാട് തന്നു. ഓക്കെ ഓക്കെ. ഇവിടുന്ന് ഒരു നിരപ്പ് പോലത്തെ വഴി വരുന്നു. ശിലരി ഗാവ്. വല്ലാത്തൊരു ഗാവാ. ഈ പട്ടിക്കുട്ടികൾ നമുക്ക് വളരെ സഹായം കേട്ടോ. ഒരാൾ ഫ്രണ്ടിലും 2 പേര് പുറകിലും നമുക്ക് കോൺവോയ് ആയിട്ട് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഈ ട്രക്കിനകത്തൂടെ. അവരുള്ളപ്പോൾ ഒരു കോൺഫിഡൻസ് വഴി ശരിയായിരിക്കും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവന് ടെറിട്ടറി മാർക്ക് ചെയ്താണ് പോകുന്നത്. നീ കൊള്ളാലോടെ, നിനക്ക് വഴിയറിയാമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ടെറിട്ടറി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതാന്ന് പറഞ്ഞതാ. അതെ, ഫുള്ള് ഫോറസ്റ്റാണ് ഗൈസ്. ഈ ഫോറസ്റ്റ് നിറച്ച് കാടാണ് ഗൈസ്. അയ്യോ മുകളിലോട്ടല്ലാണ്ട് ഇറങ്ങാം. അങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞ അയാള്. കയറ്റം ഇറങ്ങാൻ ഇതാ ഈ വഴി വരും. അന്നേരം മുകളിലോട്ട് കയറരുത്, നിരപ്പൊഴി ഇത് തന്നെ. ഓക്കെ, അങ്ങനെ 2:30 ആയി ഇപ്പം. തിരിച്ചു വരുന്ന കാര്യം നോക്കുമ്പോൾ അതെവിടാ? ഇതായിരിക്കും. ഈ കല്ലാണോ? ആ കല്ലാണോ? ദൈവമേ, നമ്മൾ ഈ കാട്ടിൽ കിടന്ന് കറങ്ങും. ഏരിയ കറക്റ്റാണോ? നമ്മുടെ ആ പട്ടിക്കുട്ടികൾ ഭയങ്കര സഹായം കേട്ടോ. നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും. ബാക്കിലുള്ളവന്മാർ ഇച്ചിരി പതുക്കെ വരുന്നത്. ഫ്രണ്ടിലുള്ളവൻ കറക്റ്റ് നമ്മൾ നിന്നാൽ അവനും നിൽക്കും. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം അവനും വഴി കറക്റ്റ് കാണിച്ചു തരും കേട്ടോ. കറക്റ്റ് കൊണ്ടുപോകുന്നുണ്ട് അവൻ. ഏതായാലും അവിടെ ചെന്നിട്ടൊരു കടയുണ്ടെങ്കിൽ നമുക്ക് ബിസ്ക്കറ്റ് വല്ലതും വാങ്ങിച്ചു കൊടുക്കണേ. നമുക്ക് തീർച്ചയായിട്ടും എന്തായാലും ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കണം. പാവം കേട്ടോ, അത്രയും നടന്ന് നമ്മുടെ കൂടെ ഫുൾ ടൈമുണ്ട്, ഫുൾ ട്രക്ക്. ഇതുണ്ട് ഇടയ്ക്കിടയ്ക്ക് അവനിങ്ങനെ ചെക്ക് ചെയ്യും പരിസരമൊക്കെ, സേഫ്റ്റിയൊക്കെ ഓക്കെ ആണോ. ഫുള്ള് ബോഡി ഗാർഡ് റിപ്പോർട്ടിംഗ് ആണ്. അടിപൊളി. ഇച്ചിരി ഉള്ളെങ്കിലുണ്ടല്ലോ മല കയറാൻ. ഈസ് എ മൗണ്ടൻ ഗോട്ട് മാൻ. അല്ല, ഗോട്ടല്ല, പട്ടിയല്ലേ, മൗണ്ടൻ ഡോഗ. അയ്യോ, ഇനിയും കയറ്റം വന്നു. പത്ര വരുന്നതാണ് എല്ലായിടത്തും. പത്ര ആ അണ്ണൻ നമ്മളോട് പറഞ്ഞാൽ ഒരു പത്ര വരുമെന്ന്. നമ്മളിപ്പോൾ കുറേ പത്ര കണ്ടു. ലാൻഡ് മാർക്കായിട്ട് വെച്ചിരുന്ന ഒരു പത്ര.
ഓക്കെ 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 വലിഞ്ഞു കയറുന്നു. മോനെ സിലറിക്കാതെ എങ്ങോട്ടാ, വലത്തോ ഇടത്തോ ഒന്ന് പറഞ്ഞാടാ പ്ലീസ്. അങ്ങോട്ടും വഴിയുണ്ട് ഇങ്ങോട്ടും വഴിയുണ്ട്. വേർ ടു ഗോ? ലെറ്റ്സ് ഗോ മാൻ, കം ബാ. ഇവിടം വരെ ഉള്ളോ? അവൻ വരുന്നില്ല. എങ്ങോട്ടല്ലോ പറഞ്ഞ ഇതുവരെ നമ്മളെ ഗൈഡ് ചെയ്ത് അവർ ഇവിടെ ആയപ്പോൾ അവൻ സ്റ്റോപ്പായി. വഴിയൊന്നും ഗൂഗിൾ മാപ്പ് കാണിക്കുന്നില്ല, പക്ഷേ ഏകദേശം ഒരു ഡയറക്ഷൻ അനുസരിച്ച് നമ്മൾ അങ്ങോട്ട് പോവാ. പോയി നോക്കാം അല്ലേ? ബാടാ, നീനെ വരാതെ ബാ വാടാ, നിങ്ങൾക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചു തരാം. നിങ്ങളുടെ കൂടെ അങ്ങ് വാ, അവിടെ കടയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസ്ക്കറ്റ് തീർച്ചയായിട്ടും ബിസ്ക്കറ്റ് വാങ്ങിച്ചു തരാം. ബാ വാടാ മോനെ. ആ വെരി ഗുഡ്. ബിസ്ക്കറ്റ് കേട്ടപ്പോൾ വന്ന കേട്ടാ, അവനറിയാം ബിസ്ക്കറ്റ് എന്നാന്ന്. മിടുക്കൻ വാട്ടെ, മിടുക്കൻ ഇസ്ത. പോട്ടെ വണ്ടി പോട്ടെ. അവനെ ഓവർടേക്കാൻ കൂടെ, അവൻ ഏറിയ ഓട്. ആ പോട്ടെ, അവന് നാഷണൽ പെർമിറ്റാ. ആന ഓരോ ഓണടിച്ചാൽ മാറ്റിക്കണം, ഇല്ലേ പൊള്ളക്ക് പുറത്താ. പോട്ടെ. അവൻ്റെ ടെറിട്ടറി മാറിക്കാണോ, അതാ ഇവൻ വരാത്തേ. ഒരു മടുപ്പ്. എന്നാടാ കുട്ടാ ഇങ്ങനെ വരാത്തേ? ഇത് ഏരിയ വിട്ട് പോയോ? അവൻ അവിടെ ഇരിക്കുന്നു, വരുന്നില്ല. താങ്ക് യൂടാ. തിരിച്ചു വരുമ്പോൾ നിനക്ക് ഇവിടം വരെ ഉള്ളെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പം ബിസ്ക്കറ്റ് വാങ്ങിച്ചു തരാം കേട്ടോ. ഗുഡ് ബോയ്, ഗുഡ് ഗേൾ അല്ലേ? ആ ഗുഡ് ഗേൾ, വെരി ഗുഡ് ഗേൾ. ഇതുവരെ ഞങ്ങളെ സഹായിച്ചു. നീ ഇങ്ങോട്ട് ഇച്ചിരി കൂടെ കണ്ടേ ഉള്ളൂ. ഡാനി ദ ട്രക്കർ. ട്രക്കി എന്ന് പറഞ്ഞ ട്രക്കർ എന്നാണോ പറയുന്നത്? ഏതായാലും ട്രക്കി എന്ന് പറഞ്ഞാൽ നമ്മളെ തെറി വിളിക്കും. അത് കറക്റ്റ് കേട്ടോ, അത് കൊള്ളാം. ഒന്നുകൂടെ ഇങ്ങോട്ട് തിരിഞ്ഞെന്ന് പറഞ്ഞേ. അത് കിട്ടിയില്ല ക്യാമറയില്. അല്ല, നമുക്ക് ഫുട് നോട്ട് വെക്കാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ട്രെക്ക് ചെയ്ത് നമ്മൾ ഒടുവിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് സിലേറി ഗാവ് എന്ന് പറഞ്ഞ സ്ഥലം. നല്ല അടിപൊളി നല്ലൊരു വില്ലേജാണ്. അത്യാവശ്യം ചെറിയ ചെറിയ വീടുകൾ, ഹോം സ്റ്റേ, മൊത്തം ഹോം സ്റ്റേ ആണ് കേട്ടോ. ഇതുപോലെ ഹോം സ്റ്റേയിലൊക്കെ താമസിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഓപ്പോസിറ്റുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കഞ്ചൻജംഗ റേഞ്ചസ്, ഇങ്ങനെ ഹിമാലയത്തിൻ്റെ റേഞ്ചസ് ഇങ്ങനെ നിൽക്കുന്നതാണ്. പക്ഷേ ഇന്ന് ഈ സമയത്ത്, അതായത് മലയുടെ ഇവിടുത്തെ മൗണ്ടനിലെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലോ. ഏത് സമയത്തും നമ്മുടെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ രാവിലെയൊക്കെ നല്ല ക്ലിയർ വ്യൂ ആയിരിക്കും. കുറേ കഴിയുമ്പോഴത്തേക്ക് ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് സംഭവം ഇതുപോലെ മഞ്ഞൊക്കെ കയറി കംപ്ലീറ്റ് നമ്മുടെ വ്യൂ എല്ലാം ഒബ്സ്ട്രക്റ്റ് ആയിട്ടുണ്ട്. ഒന്നും കാണത്തില്ല. ഇപ്പോൾ ഫുള്ള് വൈറ്റായിട്ടേ കാണുള്ളൂ. ഒന്നും നമുക്ക് മലയൊന്നും റേഞ്ചസ് കാണത്തില്ല. ഇല്ലെങ്കിൽ ഇവിടെ താമസിക്കുകയാണെങ്കിൽ നല്ല ഒത്തിരി ഹോം സ്റ്റേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ താമസിക്കുകയാണെങ്കിൽ കണ്ട് ആ ബാൽക്കണി നിന്ന് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ഒരു ചായയും കുടിച്ചുകൊണ്ട് ആ ബാൽക്കണി നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് കഞ്ചൻജംഗ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ്. ഇത് അടുത്ത ദിവസമാണ്. ഇന്നലെ ഞങ്ങളെ ഓൾമോസ്റ്റ് ട്രെക്കിൻ്റെ ലാസ്റ്റ് വരെ കുറച്ച് പട്ടിക്കുട്ടികൾ ഹെൽപ്പ് ചെയ്തായിരുന്നു. ഞങ്ങളെ കൊണ്ട് വഴി കാണിക്കാനും ടേണിങ് കറക്റ്റ് എല്ലാം കാണിച്ചു തന്നു. കറക്റ്റ് ആ വില്ലേജിൻ്റെ സ്റ്റാർട്ടിങ് ആയപ്പോഴത്തേക്ക് അവർ സ്റ്റോപ്പായി. അതിന് മുന്നോട്ട് പോകുന്നില്ല. കാരണം അവരുടെ ടെറിട്ടറി അവിടം വരെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് ആ അടുത്ത വില്ലേജിലുള്ള വേറെ പട്ടികളുടെ ടെറിട്ടറി ആയിരുന്നു. ഏതായാലും അവർക്ക് കുറച്ച് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണമെന്നുള്ള ഞങ്ങളിങ്ങനെ അന്നേരം പോലെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അത് ഇന്ന് രാവിലെ മുഴുവൻ അവരെ തപ്പി അവർ ഇന്നലെ കണ്ട ഏരിയാസിലൊക്കെ വന്ന് തപ്പി നോക്കിയിട്ടും കിട്ടിയില്ല. അവരെവിടെ പോയത് എന്തോ ഏതായാലും ഒരു ഏഞ്ചൽസിനെ പോലെ അവർ നമ്മളെ വന്ന് സഹായിച്ചിട്ട് പിന്നെ അവരങ്ങ് പോയി. അവരെവിടാന്ന് പോലും അറിയത്തില്ല. ഇല്ല, അവർ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ. അവർ ഫുള്ള് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരുണ്ടായിരുന്നോണ്ട് ഒരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു നമുക്കത് ട്രെക്ക് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ.